നമ്മളെ 4ാം ക്ലാസ്സിലെ ഫിഖ് അതില് 1ാമത്തെ പാഠം ഇന്നൽ മാഅ തഹൂർ. ഇന്നൽ മാഅ തഹൂർ. ഉസ്താദ് ക്ലാസ്സിലേക്ക് വന്ന രൂപം പറയണം. ഉസ്താദ് വന്നപ്പോ കുറച്ച് ബോട്ടിലുമായിട്ട് വന്നിട്ടുണ്ട്. അതിങ്ങനെ മേശപ്പുറത്ത് വെച്ച് അതിനെപ്പറ്റി പരിചയപ്പെട്ട ഒരു ചെറിയ കഥയിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഈ ബോട്ടിലുകളിലെല്ലാം വെള്ളമുണ്ട്. 1ാമത്തേത് തൊഹൂർ, 2ാമത്തേത് ത്വാഹിർ, 3ാമത്തേത് മുതനജ്ജിസ്. മേശപ്പുറത്ത് വെച്ച വെള്ളം ഉസ്താദ് പരിചയപ്പെടുത്തി. മേശപ്പുറത്ത് വെച്ച് വെള്ളത്തെ ഉസ്താദ് പരിചയപ്പെടുത്തി. തൊഹൂറായ വെള്ളം ഉപയോഗിച്ച് വുളൂ ചെയ്യാം, കുളിക്കാം. മുതനജ്ജിസ് ശുദ്ധിയാക്കാം, ശുദ്ധീകരിക്കാം. മുതനജ്ജിസ് എന്ന് പറഞ്ഞാൽ നജസായ വസ്തു, വസ്ത്രത്തിലോ ശരീരത്തിലോ ഒക്കെ നജസായിട്ടുണ്ടെങ്കിൽ രക്തമോ മാഷ്ടമോ മൂത്രമോ ജലമോ ഛർദ്ദിച്ചതോ ആയിട്ട് നമുക്ക് ശുദ്ധിയാക്കാം. എന്തുകൊണ്ട്? തൊഹൂറായ വെള്ളം കൊണ്ട്. സ്വയം എന്താണ് തൊഹൂറായ വെള്ളം? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമാണ് തൊഹൂറായ വെള്ളം. അപ്പൊ തൊഹൂറായ വെള്ളമാണ് ഒരു ബോട്ടിലുള്ളത്. ഈ ത്വാഹിറായ വെള്ളം, മറ്റൊരു ബോട്ടിൽ ത്വാഹിറായ വെള്ളമില്ലേ? ത്വാഹിറായ വെള്ളം സ്വയം ശുദ്ധിയുള്ളതാണ്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ അതിന് കഴിയില്ല, അത് പറ്റില്ല. സ്വയം ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ അതിന് പറ്റില്ല, അതിന് സാധ്യമല്ല. ഉദാഹരണം, മുന്തിരി ജ്യൂസ് ത്വാഹിറാണ്, കുടിക്കാൻ പറ്റും, അതുപയോഗിച്ച് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയില്ല, അഥവാ വുളൂ ചെയ്യാൻ പറ്റില്ല, ഫർളായ കുളി കുളിക്കാനോ സുന്നത്തായ കുളി കുളിക്കാനോ പറ്റില്ല. അതുപോലെ തന്നെ നജസായ വസ്തുവിനെ ശുദ്ധിയാക്കാനും പറ്റില്ല. ഇനി പറയാം, 3ാമത്തെ വെള്ളം കുടിക്കാനും മറ്റൊന്നിനെ ശുദ്ധിയാക്കാനും പറ്റില്ല, അത് മുതനജ്ജിസാണ്. 3ാമത്തെ ബോട്ടിലെ വെള്ളം ഉസ്താദ് പറഞ്ഞത് മുതനജ്ജിസാണ് പറഞ്ഞില്ലേ? ആ വെള്ളം കുടിക്കാനും പറ്റില്ല, മറ്റൊന്നിനെ ശുദ്ധിയാക്കാനും പറ്റില്ല. നജസ് വീണ കുളത്തിൽ കുളിക്കാൻ പറ്റുമോ? ജാബിർ ചോദിച്ചു. ജാബിർ അവിടെ ഉസ്താദിന്റെ ഈ അവതരണം കേട്ടപ്പോ ജാബിർ ചോദിക്കാൻ, ഉസ്താദെ, കുളത്തിൽ നജസ് വീണിട്ടുണ്ട്, ആ വെള്ളം കൊണ്ട് കുളിക്കാൻ പറ്റുമോ? ആ വെള്ളത്തിൽ പോയി കുളിക്കാൻ പറ്റുമോ? കുളി ചത്തി കുളത്തിൽ കിടക്കുന്നുണ്ട്, കുളിക്കാൻ പോയപ്പോ കണ്ണി കുളിക്കാൻ പറ്റുമോ ഉസ്താദെ? നല്ല ചോദ്യമാണ്. മക്കളെല്ലാം ഉത്തരം ശ്രദ്ധിക്കണേ. കുളത്തിൽ ധാരാളം, ഈ ധാരാളം എന്ന് പറഞ്ഞാൽ 2 കുല്ലത്തോ അതിലധികമോ, അതാണ് ധാരാളത്തിന്റെ അർത്ഥം. നമ്മളെ ഫിഖ്ഹിന്റെ കിതാബിൽ ധാരാളം വെള്ളം എന്ന് പറഞ്ഞാല് എന്തില്ല, അത് 1 ലിറ്റർ വെള്ളമൊന്നോ 14 ലിറ്റർ വെള്ളമൊന്നും അല്ല. 2 കുല്ലത്തോ അതിലധികമോ, 2 കുല്ലത്തോ അതിലധികമോ വെള്ളം. അഥവാ കറക്റ്റ് പറയുകയാണെങ്കിൽ 1.25 മുഴം നീളവും 1.25 മുഴം വീതിയും 1.25 മുഴം ആഴവുമുള്ള ഒരു പാത്രത്തിൽ ഒരു പൊതിയിൽ എത്ര വെള്ളം കൊള്ളുമോ ആ വെള്ളത്തിനെ പറ്റിയിട്ട് 2 കുല്ലത്തിൽ അത്രയോ അതിൽ കൂടുതൽ വെള്ളമുണ്ടോ? വെള്ളമുണ്ട്. കുളത്തിൽ ധാരാളം വെള്ളമുണ്ട്. വെള്ളത്തിന്റെ രുചിക്കോ വർണ്ണത്തിനോ വാസനക്കോ മാറ്റം സംഭവിച്ചിട്ടുമില്ലെങ്കിൽ കുളിക്കാം. അപ്പൊ എലി ചത്ത വെള്ളത്തിന് ആ കുളത്തെ വെള്ള വാസന വ്യത്യാസം വന്നിട്ടില്ല, രുചിയും വ്യത്യാസം വന്നിട്ടില്ല, നിറത്തിനും വ്യത്യാസം വന്നിട്ടില്ല, എന്നാൽ കുളിക്കാം. എന്നാൽ നജസ് വീണ വെള്ളം 2 കുല്ലത്തിൽ കുറവാണെങ്കിൽ അത് ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. നല്ല വേനൽക്കാലമാണ്, കുളത്തില്ലാ കുറഞ്ഞ വെള്ളമേ ഉള്ളൂ, അവിടെ 2 കുല്ലത്തിൽ വെള്ളമില്ല എങ്കിൽ ആ കുളത്തിലെ വെള്ളം നജസ് വീണു എന്ന കാരണം കൊണ്ട് കുളിക്കാനോ കുടിക്കാനോ വുളൂ ചെയ്യാനോ ഒന്നും പറ്റില്ല, കുടിക്കാനും പറ്റില്ല. അപ്രകാരം തന്നെ 2 കുല്ലത്തിലുള്ള വെള്ളത്തിൽ നജസ് വീഴുകയും അത് കാരണം വെള്ളത്തിന്റെ രുചിക്കോ വർണ്ണത്തിനോ വാസനക്കോ മാറ്റം വന്നാലും ആ വെള്ളം ശുദ്ധീകരണത്തിന് പറ്റില്ല. അപ്പൊ കുളത്തിൽ വെള്ളം
രണ്ടു കൊല്ലത്തിൽ ധാരാളം വെള്ളമുണ്ട്, പക്ഷേ ആ വെള്ളത്തിന് വർണ്ണത്തിനൊക്കോ വാസനക്കോ അതുപോലെ തന്നെ രുചിക്കോ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും പറ്റില്ല, കാരണം അത് മുതനജിസായ വെള്ളമാണ്. അപ്പൊ നമുക്ക് ഒറ്റ ചോദ്യത്തിന് 3 ഓപ്ഷൻ ഇട്ടാ മറുപടി. കുളത്തിൽ നജസ് വീണിട്ടുണ്ട്, ആ വെള്ളം കുളിക്കാൻ പറ്റുമോ? 2 കൊല്ലത്തോടധികമോ ഉണ്ടെങ്കിൽ വെള്ളത്തിന് നിറത്തിനോ വാസനക്കോ രുചിക്കോ മാറ്റം വന്നില്ലെങ്കിൽ കുളിക്കാം. 2 കൊല്ലത്തിൽ താഴെയാണോ ആ വെള്ളം കൊണ്ട് തൊഹൂറല്ല, അതുകൊണ്ട് നജസാണ്, കുടിക്കാനും ശുദ്ധീകരിക്കാനും പറ്റില്ല. 3-മത്തത് വെള്ളം 2 കൊല്ലത്തിൽ തോനയുണ്ട്, പക്ഷേ വെള്ളത്തിന്റെ നിറത്തിരിക്കോ അതല്ലെങ്കിൽ വാസനക്കോ രുചിക്കോ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും പറ്റില്ല. അപ്പൊ 2 ഓപ്ഷൻ പറ്റാത്ത 1 ഓപ്ഷൻ പറ്റുന്നു കേട്ടോ. ബോട്ടലിലുള്ള തൊഹൂറായ വെള്ളത്തിൽ ഉസ്താദ് അല്പം ജ്യൂസ് ഒഴിച്ചു. ഉസ്താദ് കുട്ടികളെ ശ്രദ്ധ തിരിക്കുകയാണ്. ഉസ്താദ് കൊണ്ടുവന്നൊരു തൊഹൂറായ വെള്ളമല്ലേ, ആ തൊഹൂറായ വെള്ളത്തിന്റെ മൂടി തുറന്ന് ആ വെള്ളത്തിലേക്ക് ഉസ്താദ് അല്പം ജ്യൂസ് അങ്ങോട്ട് ഒഴിച്ചു. അസ്മാങ്ങളപ്പൊ ചോദിച്ചു, ഇതുപയോഗിച്ച് വുളൂ ചെയ്യാൻ പറ്റുമോ? ഉസ്താദ് ഇപ്പോ തൊഹൂറായ വെള്ളവും ജ്യൂസും കൂടി മിക്സ് ചെയ്തില്ലേ, അത് ഉപയോഗിച്ച് വുളൂ ചെയ്യാൻ പറ്റുമോ? ഉസ്താദ് ഇല്ല. എന്തുകൊണ്ട്? വെള്ളത്തിന് മാറ്റം വന്നിട്ടുണ്ട്. ഈ തൊഹൂറായ വെള്ളം ഇപ്പൊ തൊഹൂറല്ല, ഇത് മാറ്റം വന്നു, പകർച്ചയായിട്ടുണ്ട്. എങ്ങനെ പകർച്ച? നിറത്തിനും രുചിക്കൊക്കെ പകർച്ച വന്നു, മുന്തിരി ജ്യൂസ് എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഉസ്താദ് വേറൊരു പറയാം, പറമ്പിൽ ഉപയോഗിച്ച വെള്ളത്തിനും മുന്തിരി ജ്യൂസിന്റെ വിധിയാണ്. നമ്മൾ പറഞ്ഞില്ലേ, മുന്തിരി ജ്യൂസ് കുടിക്കാനൊക്കെ പറ്റും, പക്ഷെ ശുദ്ധിയാക്കാൻ പറ്റൂല. അങ്ങനത്തെ വേറെ വെള്ളം കൂടിയുണ്ട്, അതാണ് പറമ്പിൽ ഉപയോഗിച്ച വെള്ളം. പറമ്പിൽ ഉപയോഗിച്ച വെള്ളത്തിനും മുന്തിരി ജ്യൂസിന്റെ വിധിയാണ്. സിനാൻമോൻ, ഏതാണ് പറമ്പിൽ ഉപയോഗിച്ച വെള്ളം? ഉസ്താദിനോട് സിനാൻമോൻ ചോദിക്കാൻ, ഏതാണ് പറമ്പിൽ ഉപയോഗിച്ച വെള്ളം? ഉസ്താദ്, വുളൂഇന്റെ ഫർളുകൾ നാം പഠിച്ചിട്ടുണ്ടല്ലോ. മുഖം കഴുകൽ, മുഖം മുഴുവൻ കഴുകൽ ഒരു ഫർളാണ്. അതുപോലെ തന്നെ 2 കൈ മുട്ടുൾപ്പെടലാണ്. മുഖം കഴുകൽ ഫർളാണ്. മുഖം കഴുകിയ വെള്ളം ഒരു പാത്രത്തിൽ ശേഖരിച്ചാൽ അത് ശുദ്ധീകരണത്തിന് പറ്റില്ല, കാരണം അത് ഫർളിൽ ഉപയോഗിച്ച വെള്ളമാണ്. വെള്ളക്ഷാമുള്ള സമയത്ത് ഒരാൾ പറയാ, ഇക്കാക്ക നിങ്ങളാ ഉള്ളു ഉണ്ടാക്കണ വെള്ളം എനിക്ക് തരുമോ? ഞാൻ ആ വെള്ളം കൊണ്ട് എനിക്ക് ഉള്ളു ഉണ്ടാക്കല്ലോ. അദ്ദേഹത്തിന്റെ മുൻകൈ കഴുകിയ വെള്ളത്തിന് മുസ്താമൽ എന്ന് പറയില്ല. അദ്ദേഹം പിന്നെ മുഖം കഴുകുമ്പോ ആ വെള്ളം ശേഖരിച്ചാൽ ആ വെള്ളം മുസ്താമലാണ്. അതുപോലെ 2 കൈ മുട്ടുൾപ്പെടെ കഴുകേണ്ടതാണ്. കൈ കഴുകാൻ ഉപയോഗിച്ച വെള്ളം മുസ്താമലാണ്. 1-മത്തെ തവണ, 2ഉം 3ഉം അല്ല. ആ പറവായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച വെള്ളം അത് മുസ്താമലാണ്. അത് നമ്മളെ നേരത്തെ പറഞ്ഞ ത്വാഹിറായ വെള്ളത്തിന്റെ അവസ്ഥയാണ്, കുടിക്കാൻ ശുദ്ധീകരിക്കാൻ പറ്റില്ല. അപ്പൊ ജാബിർ മോൻ പൊതുവെ ഒരു സംശയം വരും. എന്താ സംശയം ജാബിർ? അപ്പോൾ ഹൗലിൽ നിന്ന് വുളൂ എടുക്കാൻ പറ്റുമോ? എല്ലാവരും പറവിൽ ഉപയോഗിച്ച വെള്ളം അതിലേക്ക് തന്നെയല്ലേ ചെയ്യുന്നത്? പള്ളിയിലെ ഹൗലിൽ നിന്ന് ശ്രദ്ധിച്ചിട്ടില്ലേ? ഓരോരുത്തരും വുളൂ ചെയ്യുന്നു, അവൻ പോകാൻ കഴിക്കുന്ന വെള്ളവും കൈ കഴിയുന്ന വെള്ളമൊക്കെ അങ്ങോട്ടന്നെ വരുന്നേ ഹൗലിലേക്ക് തന്നെയല്ലേ ചെയ്യുന്നത്. ഉസ്താദ്, അത് പറ്റും. ഉസ്താദ് പറ്റും. അത് 2 കൊല്ലത്തുണ്ട്. 2 കൊല്ലത്തും അതിൽ കൂടുതലുമുള്ളതിന് ഈ നിയമം ബാധകമല്ല. പറമ്പിൽ ഉപയോഗിച്ച വെള്ളം മുസ്തഅ്മലി എന്ന് പറയും, പക്ഷെ ആ മുസ്തഅ്മലി ത്വാഹിറിന്റെ പോലെയാണ് എന്ന് നമ്മൾ പറഞ്ഞത് 2 കൊല്ലത്തിൽ താഴെയുണ്ടെങ്കിലാണ്. 200 ആളുകൾ ഒരുമിച്ച് കൂടി വുളൂ ചെയ്യുന്നു, 200 ആളുകളും വുളൂ ചെയ്ത് വെള്ളം ശേഖരിക്കുന്നു. എല്ലാവരും ആ വെള്ളം കൊണ്ടുപോയി അളന്നു നോക്കുമ്പോ, ഒരു കുഴിയിലേക്ക് ഒഴിച്ചു നോക്കുമ്പോ അത് 2 കൊല്ലത്ത് വെള്ളമുണ്ട്. എന്നാൽ ആ മുസ്തഅ്മലായ വെള്ളത്തിന് മുസ്തഅ്മലിന്റെ ഹുക്കുമില്ല. അത് 2 കൊല്ലത്ത് എത്തിയിട്ടുണ്ട്, അത് ശുദ്ധിയുള്ളതാണ്. ശുദ്ധ ഹദീസിൽ ആ തെളിവുകളുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകേണ്ട, നമ്മൾ കൊച്ചുമക്കളാണ്. ആകാശത്തിൽ നിന്ന് നാം തൊഹൂറായ വെള്ളം ഇറക്കി. അല്ലാഹു നീ കബൂലാക്കണേ അല്ലാഹ്. നിങ്ങളെ ഉമ്മ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. നിങ്ങളെല്ലാവരെയും ഖൈറായ ഉദ്ദേശങ്ങൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. നല്ല ബുദ്ധി തരണേ അല്ലാഹ്. ഓർമ്മ ശക്തി തരണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും.